ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഹുവിഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കുണിതാതൃതാനനേന്തോ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപികാപികാപി. ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പഞ്ചാശീതിതമോധ്യായ. ശ്രീപാദരായണിരുവാച. അഥൈകതാത്മജൗ പ്രാപ്തൗ കൃതപാദാഭിവന്ദനൗ വസുദേവോഭിനന്ദ്യ പ്രീത്യാ സംഘർഷണാച്യുതൗ മുനീനാം സ വചശ്രുത്വാ പുത്രയോർധാമസോജകം തദ്വീരീർജാതവിശ്രംഭ പരിഭാഷ്യാഭ്യഭാഷത. കൃഷ്ണകൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന യാനേ വാമസ്യൽ സാക്ഷാൽ പ്രധാനപുരുഷൗ പരൗ. യത്രയേന യതോ യസ്മൈ യഥാ യഥാ സ്യാദിദം ഭഗവാൻ സാക്ഷാൽ പ്രധാനപുരുഷേശ്വര. ഏതന്നാനാവിധം വിശ്വമാത്മസൃഷ്ടമധോക്ഷയാ ആത്മനാനുപ്രവിശ്യാത്മൻ പ്രാണോ ജീവോ ബിഭർഷ്യജ. പ്രാണാദീനാം വിശ്വസൃജാം ശക്തയോ യാ പരസ്യതാഃ പാരതമ്ര്യാദ്വയസാദൃശ്യാദ്വയോശ്ചേഷ്ടൈവ ജ്യേഷ്ഠതാം. കാന്തിസ്തേജ പ്രഭാസത്താ ചന്ദ്രാഗ്നിർകർക്ഷവിദ്യുതാം സ്ഥൈര്യം ഭൂഭൃതാം ഭൂമേഃ വൃത്തിർഗന്ധോർത്ഥതോ ഭവാൻ. തർപ്പണം പ്രാണനമവാം ദേവത്വം താശ്ചതദ്രത ഓജസ്സഹോബലം ജ്യേഷ്ഠാ ഗതിർവായോസ്തവേശ്വര. ദിശാം ത്വമവകാശോऽസി ദിശഃഖം സ്ഫോട ആശ്രയ. നാദോ വർണ്ണസ്ത്വമോങ്കാര ആകൃതീനാം പൃഥക്കൃതിഃ. ഇന്ദ്രിയം ഇന്ദ്രിയാണാം ത്വം ദേവാശ്ച തദനുഗ്രഹ. അവബോധോ ഭവൻ ബുദ്ധേർജീവസ്യാനുസ്മൃതിസ്തതി. ഭൂതാനാമസി ഭൂതാദിഃ ഇന്ദ്രിയാണാം ച തൈജസ. വൈകാരികോ വികൽപ്പാനാം പ്രധാനം അനുശായിനാം. നശ്വരേഷ്വിഹ ഭാവേഷു തദസി ത്വമനശ്വരം. യഥാ ദിവ്യവികാരേഷു ദിവ്യമാത്രം നിരൂപിതം. സത്വം രജസ്തമ ഇതി ഗുണാസ്തത്വൃത്തയസ്തയാഃ. ത്വയ്യത്ഥാ ബ്രഹ്മണി പരേ കൽപ്പിതാ യോഗമായയാ. തസ്മാന്ന സഞ്ജമീഭാവായ ദിഹി ത്വയി വികൽപ്പിതാഃ. ത്വം ജാമേഷു വികാരേഷു ഹ്യന്യതാവ്യാവഹാരികാ. ഗുണപ്രവാഹ ഏതസ്മിന്നബുധാസ്ത്വഖിലാത്മന രതിം സൂക്ഷ്മാമബോധേന സംസരന്തീഹ കർമ്മഭിഃ. യദൃച്ഛയാ നൃതാം പ്രാപ്യ സ്വകൽപ്പാമിഹ ദുർലഭാം. സ്വാർത്ഥേ പ്രമത്തസ്യ വയോഗതം ത്വന്മായയേശ്വര. അഥാവഹം നൈവൈതേ ദേഹേ ചാസ്യാന്മയാദിഷു സ്നേഹപാശൈഃ നിബധ്നാതി ഭവാൻ സർവമിദം ജഗൽ. യുവാം നമഃ സുതൗ സാക്ഷാൽ പ്രധാനപുരുഷേശ്വരോ ഭൂമാനക്ഷത്രക്ഷപണ അവതീർണൗ തഥാത്വഃ. തത്തേകതോ സ്മരണമദ്യപദാരവിന്ദമാവന്ന സംസൃതി മയാവഹമാർത്തബന്ധോ. ഏതാവതാരം അലമിന്ദ്രിയലാലസേന മർത്യാത്മദൃക് ത്വയിപരേ യദപത്യബുദ്ധിഃ. സൂരീഗൃഹേനു ജഗാദ ഭവാനജോനൗ സംയജ്ഞയിത്യനയുഗം നിജധർമ്മഗുപ്ത്യൈ. നാനാതനോർഗഗനവത് വിദസജ്ജഹാസി കോ വേദഭൂംന ഉരുഗായ വിഭൂതിമായാം. ശ്രീശുക ഉവാച. ആകർണ്യേത്സം പിതുർവാക്യം ഭഗവാൻ സാത്വദർശഭ. പ്രത്യാഹ പ്രസയാ നമ്രഃ പ്രഹസൻ ശ്ലക്ഷണയാ ഗിരാം. ശ്രീഭഗവാനുവാച. വചോവസ്സമവേദാർത്ഥം താതൈതദുപമന്മഹേ എന്ന പുത്രാൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാഹൃത. അഹം യൂയമസാവാര്യൈമേ ചദ്വാരകൗകസ. സർവേപ്യേവം യദുശ്രേഷ്ഠ വിമർശ്യാ സചരാചരം. ആത്മാഹ്യേകസ്വയം ജ്യോതിർനിത്യോന്യോ നിർഗുണോ ഗുണൈഃ. ആത്മസൃഷ്ടൈസ്തൽകൃതേഷു ഭൂതേഷു ബഹുധേയതേ. ഖം വായുർജ്യോതിരാപോ ഭൂസ്തൽകൃതേഷു യഥാശയം.
ആവിസ്ഥിരോൽപഭൂര്യേകോ നാനാത്വം യാത്യഥാവവി ശ്രീസുക ഉവാച ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃതം ശ്രുത്വാ വിനഷ്ടനാനാധീസ്തൂഷ്ണീം പ്രീതമനാഭൂൽ അഥ തത്ര ഗുരുശ്രേഷ്ഠദേവകീ സർവദേവതാ ശ്രുത്വാ നീതം ഗുരോഃ പുത്രം ആത്മജാഭ്യാം സുവിസ്മിത കൃഷ്ണരാമൗ സമാശ്രാവ്യ പുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലവ്യാദശ്രുലോചന ദേവക്യുവാച രാമ രാമ അപ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാം വിശ്വസൃജാം ഈശ്വരാവാദിപൂരുഷൗ കാലവിധ്വസ്തസത്വാനാം രാജ്ഞാവൃച്ഛാസ്ത്രവർത്തിനാം ഭൂമേർഭാരായമാണാനാം അവതീർണൗ കിലാദ്യമേ യസ്യാം ശാംശാംസഭാഗേന വിശ്വോൽപത്യലയോദയാഃ ഭവന്തി കില വിശ്വാത്മം തം ത്വാത്യാഹം ഗതിം ഗതാ ചിരാൻമൃതസുതാദാനേ ഗുരുണാ കാലചോദിതൗ ആനിന്യസു പിതുസ്ഥാനാൽ ഗുരവേ ഗുരുദക്ഷിണാം തഥാ മേ ഗുരുദം കാമം യുവാം യോഗേശ്വരേശ്വരൗ ഭോജരാജഃ താൻ പുത്രാൻ കാമയേ ദ്രഷ്ടുമാഹൃതാൻ ഋഷിരുവാച ഏവം സംയോജിതൗ മാത്രാ രാമഃ കൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശതുഃ യോഗമായാമുപാശ്രിതൗ തസ്മിൻ പ്രവിഷ്ടാവുപലഭ്യ ദൈത്യരാട് വിശ്വാത്മദേവം സുതരാം സദാത്മനഃ തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയ സത്യസ്തമുത്ഥായ നമാമസാന്വയഃ തയോസ്തമാനീയ വരാസനം മുദാ നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോഃ തഥാരപാദാവനിജ്യ തജ്ജലം സവൃന്ദാ ബ്രഹ്മപുനത്യുദംബുഃ സമർഹയാമാസ സദൗ വിഭൂതിഃ മഹർഹവസ്ത്രാഭരണാലുലേപനൈഃ താംബൂലദീപാമൃതഭക്ഷണാദിഭിः സ്വഗോത്രവിത്താത്മസമർപ്പണേന ച തൈന്ദ്രസേനോ ഭഗവത്പദാംബുജം വിഭ്രന്മുഹു പ്രേമ വിഭിന്നയാ ധിയാ ഉവാചഹാനന്ദജലാകുലേക്ഷണ പ്രഹൃഷ്ടരോമാ നൃപ ഗദ്ഗദാക്ഷരം ബലിരുവാചാം നമോനന്ദായ ബൃഹതേ നമഃ കൃഷ്ണായ വേദതേ സാഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനെ ദർശനം വാം ഹി ഭൂതാനാം ദുഷ്പ്രാവം പ്രാപ്യാപ്യദുർലഭം രജസ്തമസ്വഭാവാനാം യന്നഃ പ്രാപ്തൗ യദൃച്ഛയാ ദൈത്യദാനവഗന്ധർവാഃ സിദ്ധവിദ്യാധ്വചാരണാഃ യക്ഷരക്ഷഃ പിശാചാംശ്ച ഭൂതപ്രമഥനായകാഃ വിശുദ്ധസത്വസാമ്യത്താ ത്വയി ശാസ്ത്രശരീരിണി നിത്യം നിബദ്ധവൈരാസ്തേ വയം ചാന്യേ ച താദൃശാഃ കേചനോദ്ബദ്ധവൈരേണ ഭക്ത്യാ കേചന കാമതഃ ന തഥാ സത്വസംരബ്ധാഃ സന്നികൃഷ്ടാ സുരാദയാ ഇദമിത്തമിതി പ്രായസ്തവ യോഗേശ്വരേശ്വര ന വിദന്ത്യപി യോഗേശ യോഗമായാം കുതോ വയം തന്നഃ പ്രസീദ നിരപേക്ഷ വിമൃഗ്യയുഷ്മൽപാദാരവിന്ദധിഷണാന്യഗൃഹാന്തകൂപാൽ നിഷ്ക്രമ്യ വിശ്വശരണാംഘ്യുപലുബ്ധവൃത്തിഃ ശാന്തോ യഥൈക ഉദ സർവസഖൈശ്ചരാമി ചാദ്യസ്മാനീഹിതവ്യേഷ നിഷ്പാപാൻ കുരുനഃ പ്രഭോ പുമാൻ യത്രയാജുഷ്ടം ചോദനായാ വിമുച്യതേ ശ്രീഭഗവാനുവാച ആസന്മരീചേ ഷട്പുത്രാ പൂർണായാം പ്രഥമേന്തരേ ദേവാഹ്കം ജഗതുർവീക്ഷ്യ സുതാം യഭിതമുദ്യതം തേനാസുരീമകന്യോനിം അധുനാവത്യകർമ്മണ ഹിരണ്യകശിപോർജാതാ നീതാസ്തേ യോഗമായയാ ദേവക്യാ ഉദരേ ജാതാ രാജൻ കംസവിഹിംസിതാ സാതാൻ ശോചത്യാത്മജാൻ സ്വാം സ്ത ഇമേ ധ്യാസതേന്ദികേ ഇത ഏതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുത്തയേ തതശാപാത് വിനിർമുക്താ ലോകം യാസ്യന്തി വിജ്വലാഃ നരോദ്ഗീത പരിഷ്വംഗ പതംഗ ക്ഷുദ്രഭദ്ഗണീ ഷടിമേതൽമൽപ്രസാദേന പുനർയാസ്യന്തി സൽഗതിം ഇത്യുക്ത്വാതാൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരപദീമേത്യപാതുഃ പുത്രാനയച്ഛതാം താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവീ പുത്രസ്നേഹസ്നുതസ്തനീ പരിഷ്വജ്യാംഗമാരോപ്യ മൂർധ്ഞജിഘ്രതഭീഷ്ണസഃ അവായേൽസ്തനം പ്രീതാ സൂതസ്പർശപരിപ്ലുതാ മോഹിതാ മായയാ വിഷ്ണോർയയാ സൃഷ്ടിപ്രവർത്തതേ പീത്വാമൃതം വയസ്തസ്യാഃ പീതശേഷം യഥാമൃത നാരായണാംഗസംസ്പർശ പ്രതിതൃപ്താത്മദർശനാഃ
തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകീം പിതരംബരം മിഷതാം സർവഭൂതാനാം യയുർദാമതിമോഗതാം തം ദൃഷ്ട്വാ ദേവകീ ദേവി മുദാഗമന നിർഗമം മേനേഷു വിസ്മിതാമായാം കൃഷ്ണസ്യ രചിതാം നൃപാ ഏവം വിധാന്യത്ഭുതാനി കൃഷ്ണസ്യ പരമാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ സഞ്ജനന്താനി ഭാരത സൂത ഉവാച യൈതമനുശൃണോതി ശ്രാവയേത്വാ മുരാരേശ്ചരിതമൃതമകീർത്തേർവർണിതം വ്യാസപുത്രൈഃ ജഗദഖഭിതലം തൽഭക്തതം ഭക്തസൽക്കർണപൂരം ഭഗവതി കൃതയുക്തോ യാതി തൽക്ഷേമധാമ സൂത ഉവാച യൈതമനുശൃണോതി ശ്രാവയേത്വാ മുരാരേഃ ചരിതമൃതകീർത്തേർവർണിതം വ്യാസപുത്രൈഃ ജഗദഖഭിതലം തൽഭക്തസൽക്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതി തൽ ക്ഷേമധാമ. ഹരി ഓം തത്സൽ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മൃതാഗ്രജാനയനം നാമ പഞ്ചാശീതമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എല്ലാ ആചാര്യ ഗുരുക്കന്മാർക്കും സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പാദ നമസ്കാരം. ഇന്ന് നമുക്ക് അനുസ്മരിക്കാനുള്ളത് ദശമസ്കന്ധം അധ്യായം 85 ഭാഗങ്ങളാണ്. ഈ അധ്യായത്തിൽ രാമകൃഷ്ണന്മാർ പിതാവായ വസുദേവന്റെ പ്രാർത്ഥന അനുസരിച്ച് ജ്ഞാനത്തെയും മാതൃപ്രാർത്ഥന അനുസരിച്ച് ഇതിനു മുമ്പ് മരിച്ചുപോയ മക്കളെയും നൽകി എന്ന കഥ പറയുകയാണ്. തീർത്ഥയാത്ര കഴിഞ്ഞു വന്ന വസുദേവർ സന്തോഷവർത്തമാനങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിൽ ഒരു നാൾ ബലരാമനും ശ്രീകൃഷ്ണനും വസുദേവ സന്നിധിയിൽ ചെന്ന് നമസ്കാരം ചെയ്തു. വസുദേവൻ അതിസന്തോഷത്തോടുകൂടി അവരെ അഭിനന്ദിച്ചു. തീർത്ഥയാത്ര അവസരത്തിൽ മുനിമാർ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും അസാധാരണ പ്രഭാവത്തെ വസുദേവനെ ധരിപ്പിച്ചിരുന്നു. അവരുടെ ആ വാക്കുകൾ കേട്ടതുകൊണ്ടും പുത്രന്മാരുടെ പരാക്രമ പ്രവൃത്തികൾ പലപ്പോഴും കണ്ടറിഞ്ഞതുകൊണ്ടും വസുദേവൻ പുത്രന്മാരെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേ വാമസ്യത് സാക്ഷാത് പ്രധാന പുരുഷോ പരോ യത്ര യേന യതോ യസ്യ യസ്മൈ യഥാ യഥാ സ്യാദിതം ഭഗവാൻ സാക്ഷാത് പ്രധാന പുരുഷേശ്വര. മഹായോഗിയായ ഹേ കൃഷ്ണ, എന്നും നശിക്കാതെ എങ്ങും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഹേ ബലരാമ, നിങ്ങൾ രണ്ടുപേരും ഈ ലോകത്തിൻ്റെ സ്വരൂപഭൂതന്മാരായ പ്രകൃതി പുരുഷന്മാരും ആ പ്രകൃതി പുരുഷന്മാരെ നിയമിക്കുന്ന ഈശ്വരന്മാരുമാകുമെന്ന് ഞാൻ അറിയുന്നു. യാതൊരിടത്ത് യാതൊന്നിനാൽ യാതൊരു നിമിത്തമായി യാതൊന്നിൻ്റെ ഇങ്ങനെ എങ്ങനെ സംബന്ധിച്ചും ഏതിനെ സംബന്ധിച്ചും എന്തെല്ലാം സംഭവിക്കുന്നുവോ അവയെല്ലാം പ്രധാന പുരുഷന്മാർക്കും നിയന്താവും സർവേശ്വരനുമായ അങ്ങ് തന്നെയാണ്. അല്ലയോ ഇന്ദ്രിയാതീത ആത്മസ്വരൂപ, തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഈ നാനാവിധ പ്രപഞ്ചങ്ങളിലെല്ലാം ആത്മരൂപത്തിൽ പ്രവേശിച്ച് ജന്മാതിരഹിതനായ അങ്ങ് ക്രിയാശക്തിയായും ജ്ഞാനശക്തിയായും സകലതും ഭരിക്കുന്നു. പ്രാണാദീനാം വിശ്വസൃജാം
ശക്തോയാപരസ്യതാ പാരതന്ത്രാദ്വൈ സാദൃശ്യാദയോശ്ചേഷ്ടൈവ ചേഷ്ടതാം കാന്തിസ്തേജപ്രഭാസത്ത ചന്ദ്രാജ്ഞാർക്കക്ഷവിദ്യുതാം യത് സ്ഥൈര്യം ഭൂഭൃതാം ഭൂമിർവൃത്ത് ഗന്ധോർത്ഥതോ ഭവാൻ. പ്രാണാദികൾക്ക് ഏതെല്ലാം ശക്തികളുണ്ടോ സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ ആ ശക്തികളെല്ലാം പരാത്പരനായ അങ്ങയുടെ തന്നെ ശക്തികളാകുന്നു. അങ്ങയ്ക്കും പ്രാണാദികൾക്കും ചേതനാചേതനത്വേന വ്യത്യാസമുള്ളതിനാൽ ജഡങ്ങളായ അവയ്ക്ക് സ്വാതന്ത്ര്യം വരികയില്ലല്ലോ. ശേഷിക്കുന്ന പ്രാണാദികൾക്ക് ചേഷ്ട മാത്രമല്ലേയുള്ളൂ, സ്വയം ശക്തിയില്ലല്ലോ. ചന്ദ്രൻ്റെ ശോഭയും അഗ്നിയുടെ തേജസ്സും സൂര്യൻ്റെ പ്രഭയും നക്ഷത്ര വിദ്യുത്തുകളുടെ സ്ഫുരണാത്മകമായ സത്തയും പർവ്വതങ്ങളുടെ സ്ഥിരതയും ഭൂമിയുടെ ധാരണാശക്തിയും ഗന്ധവുമെല്ലാം വാസ്തവത്തിൽ അങ്ങ് തന്നെയാകുന്നു. അല്ലയോ ദേവ, ജലത്തിൻ്റെ തൃപ്തിപ്പെടുത്താനും ജീവിപ്പിക്കുവാനുള്ള ശക്തിയും ആ ജലവും അതിൻ്റെ രസവുമെല്ലാം അങ്ങ് തന്നെയാകുന്നു. വായുവിൻ്റെ ഇന്ദ്രിയശക്തി, മനഃശക്തി, ദേഹശക്തി, ചേഷ്ട, ഗമനം മുതലായവയെല്ലാം അങ്ങയുടെ ശക്തിയാകുന്നു. അങ്ങ് ത്രിപുടിയാണ്. അങ്ങ് സകല ഭൂതങ്ങളുടെയും ആദി കാരണമായി വർത്തിക്കുന്നു. ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ പ്രവർത്തന ശക്തിക്ക് ഹേതുവാകുന്ന വികൽപ്പങ്ങളിലെ വൈകാരിക ശക്തിയാണ് അങ്ങ്. സകലതിനും കാരണഭൂതനുമാണ് അങ്ങ്. ദ്രവ്യവികാരങ്ങളിൽ അവയുടെ വികാരങ്ങളായ ഘടകുണ്ടലാദികളിൽ എപ്രകാരം മൃദാദിഭാവം അവശേഷിക്കുന്നുവോ അതുപോലെ നശ്വരങ്ങളായ ഭാവങ്ങളിൽ അനശ്വരമായി അവശേഷിക്കുന്നത് അങ്ങു തന്നെയാണ്. സത്വരജസ് തമസുകളും അവയുടെ വൃത്തികളുമെല്ലാം പരബ്രഹ്മരൂപനായ അങ്ങിൽ യോഗമായയാൽ കൽപ്പിതങ്ങളാകുന്നു. അതിനാൽ ഈ ഭാവങ്ങൾ വാസ്തവത്തിൽ ഇല്ല തന്നെ. എപ്പോൾ അങ്ങിൽ അവ കൽപ്പിക്കപ്പെടുന്നു അപ്പോൾ മാത്രം പ്രാതിഭാസികമായി തോന്നപ്പെടുന്നു. അപ്പോൾ മാത്രം അങ്ങ് ഈ വികാരങ്ങളിൽ അനുഗതനായി വർത്തിക്കുന്നു. അഖിലാത്മാവായ അങ്ങയുടെ പ്രപഞ്ചാതീതമായ സൂക്ഷ്മ സ്വഭാവം അറിയാത്ത അജ്ഞന്മാർ ആ അജ്ഞാനത്താൽ ഇവിടെ ഗുണപ്രവാഹരൂപമായ സംസാരത്തിൽ ഭ്രമിക്കുന്നു. ദുർലഭവും സർവേന്ദ്രിയങ്ങൾക്കും ശക്തിയുള്ളതുമായ മനുഷ്യജന്മം ഈശ്വര കരുണയാൽ കിട്ടിയിട്ടും ജീവിത ലക്ഷ്യം എന്തെന്നു പോലും ചിന്തിക്കാതെ അങ്ങയുടെ മായയാൽ പ്രമത്തനായവൻ്റെ ആയുസ് വൃഥാ നശിക്കുന്നു. അങ്ങ് ഈ സർവജഗത്തിനെയും ശരീരത്തിൽ ഇത് ഞാനെന്നും ശരീരത്തോടനുബന്ധിച്ച പുത്രാദികളിൽ എൻ്റേതെന്നുമുള്ള സ്നേഹപാശം കൊണ്ട് സുദൃഢമായി ബന്ധിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരല്ല, സാക്ഷാൽ സർവേശ്വരന്മാരാകുന്നു. ഭൂമിക്ക് ഭാരഭൂതന്മാരായ ദുഷ്ടരാജാക്കന്മാരെ നശിപ്പിക്കുന്നതിനായി അവതരിച്ചവരാണ് നിങ്ങൾ, അല്ലയോ അർത്ഥബന്ധോ? അതുകൊണ്ട് അങ്ങയുടെ സംസാരനാശാത്മകമായ പാദപത്മം ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. യാതൊരു മൃഗതൃഷ്ണയാൽ ശരീരത്തിൽ ആത്മബുദ്ധിയോടുകൂടിയ ഞാൻ പരാത്പരനായ അങ്ങയിൽ വെറും പുത്രബുദ്ധിയോടുകൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഭോഗതൃഷ്ണ കൊണ്ട് തൃപ്തിപ്പെടുന്നു. ജന്മാതിരഹിതനാണെങ്കിലും ഞാൻ സ്വനിർമ്മിതമായ ധർമ്മത്തിൻ്റെ പരിപാലനത്തിന് നിങ്ങൾ രണ്ടാളുടെയും പുത്രനായി പലതവണ അവതരിച്ചിട്ടുണ്ടെന്ന് അങ്ങ് സൂര്യഗ്രഹത്തിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങ് ആകാശം പോലെ അസംഗതനായി തന്നെ പല പല സ്വരൂപങ്ങളെയും സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പുണ്യകീർത്തെ, സർവവ്യാപിയായ അങ്ങയുടെ യോഗമായാവിലാസം ആർക്കറിയാൻ കഴിയും? പിതാവിൻ്റെ വാക്കുകൾ കേട്ട്
യദുകുലാലങ്കാരമായ ഭഗവാൻ വിനയനമ്രനായി ചിരിച്ച് മധുരവാക്കുകളോടെ ഇങ്ങനെ പറയുന്നു: പുത്രരായ ഞങ്ങളെ ഉദ്ദേശിച്ച് യാതൊരു വാക്കുകൊണ്ട് തത്വസമൂഹം ഉപദേശിച്ചുവോ, അച്ഛൻ്റെ ആ വാക്ക് പരമാർത്ഥം തന്നെയെന്ന് ഞങ്ങൾ കരുതുന്നു. അല്ലയോ യദുശ്രേഷ്ഠ, ഞാനും അങ്ങും ഈ ബലരാമനും ഈ ദ്വാരകാവാസികളുമെല്ലാം ഇപ്രകാരം ബ്രഹ്മസ്വഭാവത്തിൽ ചിന്തിക്കപ്പെടേണ്ടവരാണ്. ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ അവയുടെ വികാരങ്ങളായ ഘടാദികളിൽ അവയുടെ ആവിഷ്കാരം, തിരോഭാവം, അല്പത്വം, അനൽപത്വം, ഏകത്വം, നാനാത്വം മുതലായ അവസ്ഥാഭേദങ്ങളെ എപ്രകാരം പ്രാപിക്കുന്നുവോ അപ്രകാരം ഈ ഏകനും സ്വയം പ്രകാശനും നിത്യനും ശരീരാദികളിൽ നിന്ന് ഭിന്നനും നിർഗുണനുമായ ആത്മാവ് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട വികാരങ്ങൾ നിമിത്തം അനേകനെന്നും ദൃശ്യനെന്നും അനിത്യനെന്നും ശരീരാദ്യ ഭിന്നനെന്നും സഗുണനെന്നും ഇങ്ങനെ പല പ്രകാരത്തിൽ പ്രകാശിക്കുന്നു. ഇങ്ങനെ വസുദേവൻ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതിന് ശേഷം നാനാത്വ ബുദ്ധിയില്ലാത്തവനും അതിസന്തുഷ്ടനുമായി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അതേസമയം സർവദേവതാസ്വരൂപിണിയായ യശോദാദേവി തൻ്റെ പുത്രന്മാരാൽ ഗുരുവിൻ്റെ മരിച്ചുപോയ പുത്രൻ തിരികെ കൊണ്ടുവരപ്പെട്ടു എന്ന് കേട്ട് ആശ്ചര്യഭരിതയായി ഇങ്ങനെ പറയാൻ തുടങ്ങി: തൻ്റെ പുത്രന്മാരെ, കംസനാൽ കൊല്ലപ്പെട്ട പുത്രന്മാരെ സ്മരിച്ച് ശോകാധിക്യത്താൽ കണ്ണിൽ നിറഞ്ഞ് രാമകൃഷ്ണന്മാരെ സംബോധന ചെയ്ത് ദീനയായിക്കൊണ്ട് പറയുകയാണ്: രാമ രാമ പ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാം വിശ്വസൃജാമീശ്വരാവാദിപൂരുഷോ കാലവിധ്വസ്തസത്വാനാം രാജ്ഞാമുച്ചാസ്ത്രവിവർത്തിനാം ഭൂമേർഭാരായമാണാനാമവതീർണോ കിലാദ്യമേ. രാമ രാമ അപ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര, ഞാൻ നിങ്ങളെ സർവത്തിനും ആദികാരണഭൂതന്മാരും ബ്രഹ്മാദികൾക്കു നിയന്താക്കളുമെന്ന് അറിയുന്നു. കാലത്താൽ സത്വം നശിക്കപ്പെട്ടവരും ശാസ്ത്രമര്യാദകൾ ലംഘിച്ചവരും ഭൂമിക്ക് ഭാരമായി തീർന്നവരും ആയ ദുഷ്ടരാജാക്കന്മാരെ നിഗ്രഹിക്കുന്നതിന് നിങ്ങൾ ഇപ്പോൾ എൻ്റെ പുത്രരായി അവതാരമെടുത്തതാണല്ലോ. സർവത്തിനും കാരണഭൂത യാതൊരു ഭഗവാന്റെ അംശാംശങ്ങളുടെ ലേശമാത്രം കൊണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അതാത് കാലത്ത് നടക്കുന്നു. ആ സർവശക്തനായ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. വളരെ മുമ്പ് മരിച്ചുപോയ പുത്രനെ കൊണ്ടുവരുവാനായി ആ ഗുരു ദക്ഷിണാകാലത്ത് ഗുരു നിർദ്ദേശിച്ചതനുസരിച്ച് നിങ്ങൾ ആ പുത്രനെ അന്തകൻ്റെ സ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി ഗുരുവിന് സമർപ്പിച്ചല്ലോ. അതേപോലെ യോഗേശ്വരന്മാരായ നിങ്ങൾ എൻ്റെ ആഗ്രഹം സഫലമാക്കി തരുക. കംസനാൽ കൊല്ലപ്പെട്ട എൻ്റെ പുത്രന്മാരെ തിരികെ കൊണ്ടുവരപ്പെട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാതാവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് രാമകൃഷ്ണന്മാർ യോഗമായി അവലംബിച്ച് സുതലത്തിലേക്ക് പ്രവേശിച്ചു. ദൈത്യ ചക്രവർത്തിയായ മഹാബലി ലോകത്തിൻ്റെ മുഴുവൻ ആത്മാവും ദൈവവും വിശേഷിച്ചും തൻ്റെ ഇഷ്ടമൂർത്തിയുമായ അവരെ അവിടെ വന്നതായി കണ്ട് ആ ദർശനത്താൽ ആനന്ദത്തിൽ ആറാടി
എഴുന്നേറ്റ് പരിവാരങ്ങളോടുകൂടി സാഷ്ടാംഗം നമസ്കരിച്ചു. അവർക്ക് ഉത്തമമായ പീഠം സമർപ്പിച്ച് അതിൽ ഇരുന്ന ആ മഹാത്മാക്കളുടെ ബ്രഹ്മാവടക്കം ലോകം മുഴുവൻ ശുദ്ധീകരിക്കുന്ന ആ പാദങ്ങൾ കഴുകിച്ച് ആ പുണ്യതീർത്ഥം പരിവാരസമേതനായി സാനന്ദം ശിരസിൽ ധരിച്ചു. മഹാബലി കൃഷ്ണനെയും ബലരാമനെയും തൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടും ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കുറിക്കൂട്ടുകൾ എന്നിവ കൊണ്ടും താമ്പൂലം, ദീപങ്ങൾ, അമൃതമയമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്നിവ കൊണ്ടും തൻ്റെ ഗോത്രം, ധനം, ആത്മാവ് എന്നിവ അർപ്പിച്ചുകൊണ്ടും പൂജിച്ചു. മഹാബലി ഭഗവാന്റെ പാദപത്മം പിന്നെയും പിന്നെയും ധരിച്ചുകൊണ്ട് പ്രേമത്താൽ അലിഞ്ഞ ചിത്തം നിമിത്തം ആനന്ദാശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടും രോമാഞ്ചത്തോടും കൂടി ഗൽഗതകണ്ഠനായി പറഞ്ഞു: നമോ അനന്തായ ബൃഹദേ നമഃ കൃഷ്ണായ വേധസേ സാഖ്യയോഗവിധാനായ ബ്രഹ്മണേ പരമാത്മനെ ദർശനം വാം ഹി ഭൂതാനാം ദുഷ്പ്രാപം ചാപ്യദുർലഭം രജസ്തമസ്വഭാവാനാം എന്ന പ്രാപ്തോ യദർച്ഛയാ ദൈത്യദാനവഗന്ധർവാ സിദ്ധവിദ്യാധ്രചാരണ യക്ഷരക്ഷ പിശാചാശ്ച ഭൂതപ്രമഥനായക. ബൃഹത്തും അനന്തസ്വരൂപനുമായ അങ്ങയ്ക്ക് നമസ്കാരം. വിധാതാവായി കൃഷ്ണസ്വരൂപനായ അങ്ങയ്ക്ക് നമസ്കാരം. സാഖ്യം, യോഗം എന്നിവയെ ലോകത്തിൽ വിസ്തരിക്കുന്നവനും ദേശകാല പരിച്ഛേദമില്ലാത്ത പരമ ആത്മസ്വരൂപനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ജീവികൾക്ക് അങ്ങയുടെ ദർശനം ലഭിക്കാൻ പ്രയാസമാണ്. എന്നാലും അങ്ങയുടെ കരുണയാൽ ഇടയ്ക്ക് സുലഭമായി അത് കിട്ടുന്നു എനിക്ക്. എന്തെന്നാൽ രജസ്തമ സ്വഭാവന്മാരായ ഞങ്ങൾക്ക് അങ്ങ് കരുണയാൽ ഇവിടെ വന്ന് ദർശനം നൽകിയല്ലോ. ദൈത്യന്മാർ, ദാനവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, രക്ഷസുകൾ, പിശാചുക്കൾ, ഭൂതപ്രമഥരിൽ പ്രധാനികൾ മുതലായവ എല്ലാം അവരൊക്കെ പരിശുദ്ധ സത്വമൂർത്തിയും ശാസ്ത്രമാകുന്ന ശരീരത്തോടു കൂടിയവനുമായ ഭഗവാനിൽ നിത്യവും ശക്തിയായ വിരോധമുള്ളവരാണ്. അവരിൽ ചിലർ വൈരാതിശയത്താലുണ്ടായ നിരന്തര സ്മരണയാലും വേറെ ചിലരാകട്ടെ കാമത്താലുണ്ടായ നിരന്തര സ്മരണയാലും എങ്ങനെ ഭഗവത്ഭാവം പ്രാപിച്ചോ അങ്ങനെ സത്വപ്രധാനികളായിട്ടും ദേവന്മാർക്ക് ആ ഭാവം പ്രാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സർവയോഗീശ്വരന്മാർക്കും യോഗഫലം കൊടുത്ത് അനുഗ്രഹിക്കുന്ന അല്ലയോ ഭഗവൻ, മഹായോഗീശ്വരന്മാർ പോലും അങ്ങയുടെ യോഗമായ ഇത് ഇന്നതാണെന്നോ ഇപ്രകാരമാണെന്നോ ഉള്ള അറിവ് തീരെയില്ല അവർക്ക്. അവർ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പിന്നെ അസുരന്മാരായ ഞങ്ങൾ എന്തറിയാനാണ്? യാതൊന്നിലും താല്പര്യമില്ലാത്ത ആപ്തകാമന്മാരാൽ പോലും അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ പാദപത്മമാകുന്ന അഭയസ്ഥാനത്ത് നിന്ന് വിട്ട് അന്യമായ ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ നിന്ന് പുറത്തെത്തി ശീതളമായ തണൽ, പഴങ്ങൾ മുതലായവ കൊടുത്ത് വിശ്വം അനുഗ്രഹിക്കുന്ന വൃക്ഷങ്ങളുടെ ചുവട്ടിൽ എതിർച്ചയാ സിദ്ധിക്കുന്ന ഫലാദികൾ കൊണ്ട് തൃപ്തിയോടെ ജീവിക്കുന്നവനും അതിശാന്തനുമായി ഏകാഗിയായോ അല്ലെങ്കിൽ സജ്ജനങ്ങളോടുകൂടിയോ സഞ്ചരിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നേർക്ക് കരുണ ചെയ്താലും ഭഗവാനെ. അല്ലയോ മഹാപ്രഭോ, സർവനിയന്താവേ, ഞങ്ങളെ അനുശാസിച്ചാലും ഞങ്ങളെ പരിശുദ്ധരാക്കിയാലും ജീവൻ അങ്ങയുടെ അനുശാസനം ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ച് സർവവിധി നിഷേധങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. ബലിചക്രവർത്തിയുടെ ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് ഭഗവാൻ പറയുകയാണ്: മുമ്പ് ഒന്നാമത്തെ മന്വന്തരത്തിൽ മരീചിക്ക് ഊർണ എന്ന പത്നിയിൽ 6 പുത്രന്മാരുണ്ടായി. ആ ദേവന്മാർ
പുത്രിയോടുകൂടി രമിക്കാൻ തുടങ്ങുന്ന ബ്രഹ്മാവിനെ കണ്ട് പരിഹസിച്ചു അത്രേ. അവർ ആ പാപകർമ്മത്താൽ ഉടൻ തന്നെ അസുരയോനിയിൽ ജനിച്ചു. ഹിരണ്യകശിപുവിൻ്റെ പുത്രരായി ജനിച്ച അവർ യോഗമായ ദേവകിയുടെ ഗർഭത്തിലേക്ക് പിന്നീട് നീതരായി. ദേവകി ഗർഭത്തിലുണ്ടായ അവർ കംസനാൽ കൊല്ലപ്പെട്ടു. ദേവകീദേവി അവരെ സ്വപുത്രരെന്ന് കരുതി വ്യസനിക്കുന്നു ഇപ്പോൾ. അവർ ഇപ്പോൾ അങ്ങയുടെ അടുത്താണ് കഴിഞ്ഞുകൂടുന്നത്. അമ്മയുടെ ദുഃഖം ശമിപ്പിക്കുവാൻ ഞങ്ങൾ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അതേ തുടർന്ന് അവർ ശാപമുക്തരായി തങ്ങളുടെ തന്നെ ലോകത്തിലേക്ക് തിരിച്ചെത്തും. അവരുടെ പേര് സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുത്രബത്ത്, ഘൃണി എന്നിവയാണ്. ഈ 6 കുട്ടികളും എൻ്റെ പ്രസാദത്താൽ പിന്നെ സദ്ഗതി പ്രാപിക്കും എന്നുകൂടെ ഭഗവാൻ അവിടെ പറയുകയുണ്ടായി. ഇങ്ങനെ പറഞ്ഞ് അവർ മഹാബലിയാൽ പൂജിതരായി പിന്നെയും ദ്വാരകയിലേക്ക് തന്നെ വന്ന് മാതാവിന് ആ പുത്രന്മാരെ അർപ്പിച്ചു. ദേവകീദേവി ആ കുട്ടികളെ കണ്ട് പുത്രസ്നേഹത്താൽ പാലൊഴുകുന്ന മുലകളോടെ അവരെ കെട്ടിപ്പിടിച്ച് മടിയിലിരുത്തി ശിരസിൽ പിന്നെയും പിന്നെയും ചുംബിച്ചു. ദേവി പുത്രസ്പർശത്താലുള്ള ആനന്ദത്തിൽ മഗ്നയും അത്യന്തം സന്തുഷ്ടയും മായയാൽ മോഹിതയുമായി അവർക്ക് മുല കൊടുത്തു. ആ മായയാലാണ് സൃഷ്ടി തന്നെ നടക്കുന്നത്. ഭഗവാൻ പാനം ചെയ്തതിൻ്റെ ശ്രേഷ്ഠമായതിനാൽ അമൃതമയമായി തീർന്ന ദേവിയുടെ സ്തന്യം പാനം ചെയ്ത് അവർ അവിടുത്തെ ജഗന്മംഗള സ്വരൂപ സ്പർശത്താൽ പൂർവസ്മരണയുള്ളവരായിത്തീർന്നു. അവർ കൃഷ്ണനെയും ബലരാമനെയും മാതാപിതാക്കളായ ദേവകി വസുദേവന്മാരെയും നമസ്കരിച്ച് സർവരും നോക്കി നിൽക്കെ ദിവ്യന്മാരുടെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. ആ ദിവ്യലോകം പ്രാപിച്ചു. മുമ്പ് മരിച്ചുപോയ കുട്ടികളുടെ വരവും പോക്കും കണ്ട് ദേവകീദേവി ആശ്ചര്യപരവശയായി ഇതെല്ലാം ഭഗവാന്റെ മായാവിലാസമാണെന്ന് മനസ്സിലാക്കി. അനന്തപ്രഭാവനും പരമാത്മരൂപിയുമായ ഭഗവാന്റെ ഇപ്രകാരമുള്ള ലീലകൾ അത്യത്ഭുതകരങ്ങളും അനന്തങ്ങളുമാകുന്നു എന്നിവിടെ പറയുകയാണ്. തുടർന്ന് സൂതൻ പറഞ്ഞു, ഇതമനുശൃണോതി ശ്രാവേദ്വാമുരാരേശ്ചരിതമൃതകീർത്തേ വർണ്ണിതം വ്യാസപുത്രേ ജഗദഖവിദലം തദ്ഭക്തസത്കർണപൂരം ഭവതി കൃതചിത്തോ യാതി തക്ഷേമധാമ. ശേഷുകനാൽ വർണ്ണിക്കപ്പെട്ടതും സർവപാപഹരവും ജഗദ്ഭക്തന്മാർക്ക് കർണാഭരണവുമായ അമൃത കീർത്തിയായ ഭഗവാന്റെ പുണ്യചരിതം യാതൊരാൾ ഏകാഗ്രചിത്തനായി കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നു, ആ പുണ്യാത്മാവ് കാലാതിഭയങ്ങളില്ലാത്ത ഭഗവാന്റെ പുണ്യസ്ഥാനം പ്രാപിക്കുന്നു എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. എൻ്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമ, ശ്രീഹരേ നമ, ശ്രീഹരേ നമ.